Good morning. Okay. ഇത്ര പേരായി 17 പേരായിട്ടുള്ള അല്ലെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു പഠിച്ചത്? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ് അല്ലെ നോക്കിയത്. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ വേറെ രണ്ട് പേരുകൾ നമ്മൾ പറഞ്ഞല്ലേ, ഈസ് അതർവൈസ് നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. വായിച്ചു നോക്കിയായിരുന്നോ? പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അക്വയർ ചെയ്യുന്നതുകൊണ്ട് അതിനെ ഹെൽത്ത് അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നു അല്ലെ. പിന്നെ അതിനകത്ത് എന്തൊക്കെ പറഞ്ഞ സിംറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞു? പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് അല്ലെ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് നമ്മൾ ഏതാണ് സോഴ്സ് അല്ലെ, ആ ബബിൾസിൽ കിടക്കുന്നത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നിന്നും ഇൻഫെക്ഷൻ വരാനുള്ള പ്രധാനപ്പെട്ട സോഴ്സുകൾ അല്ലെ ബബിൾസിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്ത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതാണ്? ആർക്കൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളവര് അല്ലെ, ആർക്കൊക്കെയാണ് റിസ്ക് ആണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പൊ ഈ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ ചാപ്റ്റർ? യെസ്. അപ്പോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇതൊക്കെ നമുക്ക് ഈ സ്പ്രെഡ് ചെയ്യുന്ന, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പല രീതികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ട്രാൻസ്മിഷൻ ചെയ്യുന്ന പല മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? രീതികള്. ഈ ഇൻഫെക്ഷൻ നമുക്ക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന പല രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലെ. ഏതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞത്? കോണ്ടാക്ട് തന്നെയാണ് അല്ലെ. കോണ്ടാക്റ്റിലൂടെയാണ് നമ്മളിപ്പോ ഇൻഫെക്ഷൻ ഉള്ള ഒരാള് വേറൊരു ആളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ കോണ്ടാക്റ്റിലൂടെ തന്നെയാണ് ഇൻഫെക്ഷൻ മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള മോഡ് എന്ന് പറയുന്നത് അല്ലെ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കോണ്ടാക്ട് തന്നെയാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. അതിനകത്ത് ഏറ്റവും കോമൺ ഏതാണ്? മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ. VORNE അത് തിരുത്താൻ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. H എന്നാണ് കിടക്കുന്നത്, അത് D ആക്കാം. VORNE ഹാൻഡ് ബോൺ ഓർ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അപ്പോ ഏറ്റവും കോമൺ ആയിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഏതാണ്? കോണ്ടാക്റ്റിലൂടെ അല്ലെ, അല്ലെങ്കിൽ ഹാൻഡ് ബോൺ, കൈകൊണ്ടാണ്. കൈകൊണ്ട് നേരെ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോഴാണ് കൂടുതൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നോക്കിയേ, ഈ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഈസ് ഡിവൈഡ് ഇൻടു 2 സബ് ഗ്രൂപ്പ്സ്. ഈ കോണ്ടാക്ട് ട്രാൻസ്മിഷനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം, 2 സബ് ഗ്രൂപ്പുകളാക്കി തിരിക്കാം. ഏതൊക്കെയാണ്? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. നമുക്ക് അപ്പൊ ഇതിൽ തന്നെ മനസ്സിലാക്കാം അല്ലെ. ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, ഇൻഫെക്ഷൻ ഉള്ള ആളെ എന്താ നേരിട്ട് കോണ്ടാക്ട് ചെയ്യണം, ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ്. This consists of a direct surface to body surface contact. അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. എങ്ങനെയാണ്? ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. എങ്ങനെയാണ്? ആൻഡ് physical shifting of microorganism between a host and an infected or colonized അല്ലെ. ആ ഹോസ്റ്റിൽ നിന്ന് ആളുകളിലേക്ക് ഇൻഫെക്ഷൻ എന്താ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യും. സച്ചാസ് ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നേ? സച്ചാസ് when a person takes patient, ആ ഒരു പേഷ്യന്റിനെ, ഒരു വ്യക്തി പേഷ്യന്റിനെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏൽപ്പിക്കുമ്പോഴോ, അവരെ ബാത്ത് ചെയ്യിക്കുക, കുളിപ്പിക്കുമ്പോഴോ, അതർ പേഷ്യന്റ് കെയർ ജോബ്സ് അല്ലെങ്കിൽ മറ്റുള്ള രോഗി പരിചരണ ജോലികളിൽ ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കാം? ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് സംഭവിക്കാം അല്ലെ. അവരെ ഏൽപ്പിക്കുമ്പോഴോ, അവരെ കുളിപ്പിക്കുമ്പോഴോ, അവരെ പരിചരിക്കുമ്പോഴോ അല്ലെ, അവർക്ക് അങ്ങനെയുള്ള എന്താ പറയാ ഏതാണെങ്കിലും പേഷ്യന്റ് കെയർ ജോബ്സ് മറ്റുള്ള രോഗി പരിചരണ ജോലികളിൽ ഏർപ്പെടുമ്പോഴും എന്ത് സംഭവിക്കുന്നു? നേരിട്ട് കോണ്ടാക്ട് വരുന്നു. ആ ഒരു ഇൻഫെക്ഷൻ ഉള്ള ആളുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് വരുന്നു, അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ.
ഇനി രണ്ടാമത്തെയാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ? ഡയറക്റ്റ് വേണ്ട, ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാണ്. എങ്ങനെയാന്ന് നോക്കിയേ. ദിസ് കൺസിസ്റ്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് എ സസെപ്റ്റബിൾ ഹോസ്റ്റ് with a taint intermediate object like contaminated instruments, needle or dressings or tainted gloves that are not changed between the patients. Tainted surface by needle, dried blood stream that transmits hepatitis B or C. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള എന്നാട്ടോ. സാധ്യതയുള്ള. അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് വരുന്നില്ല. എങ്ങനെയാ? അതിന്റെ ഇടയിൽ ഒരു മീഡിയം ഉണ്ടായിരിക്കും, ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ പേഷ്യന്റ് ആ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാളെടുത്ത് എന്തെങ്കിലും വസ്തുക്കള് അല്ലെ, അത് ഏതൊക്കെയാകാം? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വഴിയാകാം അല്ലെ, മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വഴി, അല്ലെങ്കിൽ നീഡിൽ വഴി, അല്ലെങ്കിൽ ഡ്രസ്സിങ്സ്, അല്ലെങ്കിൽ ടേന്റഡ് ഗ്ലൗസ് മലിനമായിട്ടുള്ള, അതായത് ഒരു പേഷ്യന്റിനെ നോക്കിയിട്ട് അവരെ എന്താ പരിചരിച്ചിട്ട് ആ ഗ്ലൗസ് കൊണ്ട് തന്നെ അത് മാറ്റാതെ വേറൊരു പേഷ്യന്റിന് ആ ഗ്ലൗസ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ? അപ്പൊ ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് വരുന്നില്ലെങ്കിൽ പോലും അവിടെ ഒരു ഒബ്ജക്റ്റ് ഇന്റർമീഡിയറ്റ്, അതിന്റെ ഇടയ്ക്ക് ആ മീഡിയം ആരുണ്ട്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസ് ഉണ്ട് അല്ലെ, അതുവഴി അങ്ങനെയുള്ള ഒരു ഒബ്ജക്ട്സ് വഴി ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. എങ്ങനെയാണ്? അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു വസ്തുക്കൾ ഉണ്ടാകും. അതിൽ കൂടെയാണ് അവിടെ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത്. കണ്ടോ? നോക്കിയേ. obtained gloves that are not changed between the patients. പേഷ്യൻസിന് ഓരോ പേഷ്യന്റിനെ നോക്കുമ്പോഴേ ഗ്ലൗസുകൾ മാറ്റണ്ടേ അല്ലെ? അല്ലെങ്കിൽ ആ ഗ്ലൗസ് തന്നെ ഉപയോഗിച്ച് വേറൊരു പേഷ്യന്റ് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഗ്ലൗസിൽ കൂടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അല്ലെങ്കിൽ നോക്കിയ ടൈന്റ് മലിനമായിട്ടുള്ള നീഡിൽസ്, അല്ലെങ്കിൽ ഡ്രൈഡ് ബ്ലഡ് സ്ട്രീം, ബ്ലഡിൽ കൂടെ ഡ്രൈഡ് ബ്ലഡ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. നിങ്ങൾക്കറിയാം ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഏതിൽ കൂടെയാ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് കേട്ടോ. അപ്പൊ അത് അങ്ങനെയുള്ള എന്താ പറയാ ഇൻഫെക്ഷനും ഹെപ്പറ്റൈറ്റിസും ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത്. ACD സി അല്ല, 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E. അതിനകത്ത് എയും ഡിയും ഇയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് വാട്ടറിൽ കൂടിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ബിയും സിയും ഏതാണ്? ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ്, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് നോക്കി വെക്കാൻ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സിൽ കൂടിയാണ് അല്ലെ. ആ രണ്ട് വ്യക്തികൾ തമ്മിൽ അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ചില വസ്തുക്കൾ ഉണ്ടാക്കും. അതിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് അതൊന്ന് അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് ലൈക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നീഡിൽസ് ആവാം, അല്ലെങ്കിൽ ഡ്രസ്സിങ്സ്, എന്തെങ്കിലും ഡ്രസ്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങളാകാം, അല്ലെങ്കിൽ ചേഞ്ച് ആയിട്ടുള്ള ഗ്ലൗസുകളാകാം, അല്ലെങ്കിൽ മലിനമായിട്ടുള്ള നീഡിൽസ്, വീണ്ടും പറഞ്ഞേണ്ട അങ്ങനെയുള്ള നീഡിൽസ്, പിന്നെ അതുപോലെ തന്നെ ഡ്രൈഡ് ബ്ലഡിൽ കൂടെ ആകാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിൽ കൂടെ ആകാം ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ളത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോപ്ലെറ്റ് വായുത്തുള്ളികൾ അല്ലെ, തുള്ളികള് ഡ്രോപ്ലെറ്റ്സിൽ കൂടെ, എയർ ഡ്രോപ്സിൽ കൂടെ അല്ലെ, തുള്ളികളിലൂടെ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ എന്താ പറയാ, കുറച്ച് ഡ്രോപ്സ് എയറിലേക്ക് വരൂലേ അല്ലെ. നമ്മള് പ്രത്യേകിച്ച് ചുമക്കുകയൊക്കെ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ഡ്രോപ്സ് എയറിലേക്ക് വരാം. അങ്ങനെ ആ ഡ്രോപ്സിൽ കൂടെ, അപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ഒരാള് ചുമക്കുകയോ അല്ലെങ്കിൽ അവര് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഇൻഫെക്ഷൻ എങ്ങോട്ട് വരും? എയറിലേക്ക് വരും അല്ലെ. ആ ഡ്രോപ്സിൽ കൂടെ അല്ലെ, ആ തുള്ളികളിലൂടെ എയറിലേക്ക് വരും. അങ്ങനെ ട്രാൻസ്മിഷൻ സംഭവിക്കാം. ഓക്കെ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ രണ്ടാമത്തെ ആട്ടോ. droplet transmission. Okay, transmission happens when droplet
that contain microbes from the infected person are pushed a short distance through the air and deposited on the patient's body. എങ്ങനെയാ സംഭവിക്കുന്നത്? ട്രാൻസ്മിഷൻ എങ്ങനെയാ നടക്കുന്നത്? അവിടെ ഡ്രോപ്ലെറ്റിൽ കൂടെയാണ്. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ തുള്ളികളിലൂടെ. അല്ലേ? നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ കുറച്ച് തുള്ളികൾ വായുവിലേക്ക് വരാറില്ലേ? അല്ലേ? അതെങ്ങനെയാ? ഒരു ഇൻഫെക്ഷൻ ഉള്ള ആള് അല്ലെ, ഇൻഫെക്ഷൻ ഉള്ള ഒരാളിന്റെ ആ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ വായുവിലേക്ക് ഈ ആ ഡ്രോപ്സ് വരും. ആ ഡ്രോപ്സിൽ എന്തുണ്ടാവും? അപ്പൊ മൈക്രോബ്സ് ഉണ്ടാകും, അല്ലെ, സൂക്ഷ്മാണുക്കൾ ഉണ്ടാകും. ആ സൂക്ഷ്മാണുക്കൾ അടങ്ങിയ തുള്ളികള് വായുവിലൂടെ കുറച്ച് ദൂരം ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അതെങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും? പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെ. അപ്പൊ ഇൻഫെക്ഷൻ അയാളിലേക്ക് എത്തും. മനസ്സിലാവുന്നില്ലേ? ലിങ്ക് പറയണേ. ഇൻഫെക്ഷൻ ഉള്ള ഒരാള് ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെ ആ മൈക്രോബ്സ്, ആ സൂക്ഷ്മാണുക്കൾ അടങ്ങിയ തുള്ളികള് വായുവിലേക്ക് പുഷ് ചെയ്യും, അല്ലെ. നമ്മൾ തുമ്മുമ്പോഴൊക്കെ ഇങ്ങനെ തുള്ളികൾ വരാറില്ലേ? അത് വായുവിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് അത് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അയാൾക്ക് ഇൻഫെക്ഷൻ വരൂലേ? ഇതെങ്ങനെ മെയിൻ ആയിട്ട് വരുന്നേ? ഇറ്റ് ഈസ് മെയിൻ ഫ്രം കഫിങ്. ചുമയ്ക്കുമ്പോഴ് that drops are generated from the source person. ആ source person എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ, അല്ലെ. And during the performance of certain procedure such as bronchoscopy പോലെയുള്ള ചില പ്രൊസീജിയറിലും ഇങ്ങനെ സംഭവിക്കാം. കേട്ടിട്ടുണ്ടോ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ? ഇതൊരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ്. നമ്മുടെ ഉള്ളില് ഇപ്പൊ ലെൻസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ് ഇത് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അതായത് അത് നമ്മുടെ ഒന്നില്ലെങ്കിൽ മൗത്തിലൂടെയോ അല്ലെങ്കിൽ നോസിലൂടെയോ ഒരു ട്യൂബ് ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കും. എന്നിട്ട് അപ്പൊ അതിന്റെ ടിപ്പില് ക്യാമറയിൽ ലൈറ്റൊക്കെ ഉണ്ടാവും. ഒരുപാട് പോർഷൻ ആയോ? ജസ്റ്റ് ഇപ്പൊ തുടങ്ങിയുള്ളൂ അമീന. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ജോയിൻ ചെയ്തോളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി അത് പറയേ കേട്ടോ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ അത് വായിച്ചറിയാം. ഇത് നമ്മൾ രണ്ടാമത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തുടങ്ങിയുള്ളൂ ക്ലാസ് കേട്ടോ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഡ്രോപ്സി കൂടെ ചുമയ്ക്കുമ്പോഴൊക്കെ എന്താ ആ സൂക്ഷ്മാണുക്കൾ ഡ്രോപ്സി കൂടെ വന്നിട്ട് അങ്ങനെ ഇൻഫെക്ഷൻ വരാം. ഇനി രണ്ടാമത്തെ ഒരു കേസ് പറഞ്ഞേക്കുന്നത് ഏതാണ്? ബ്രോങ്കോസ്കോപ്പി. ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണത്. ബ്രോങ്കോസ്കോപ്പി നമ്മുടെ എയർവേ അല്ലെ അല്ലെങ്കിൽ ലങ്സ് ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസിന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു മെഡിക്കൽ ഒരു ടെസ്റ്റ് ആണ് ഇത്. ഡോക്ടർ നമ്മുടെ അത് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബ്രോങ്കോസ്കോപ്പ്. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ പറയാ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താ ഒരു ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു എൻജില് ലൈറ്റ് ക്യാമറയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ വായു കൂടെയൊക്കെ ഉള്ളിലേക്ക് ഇറക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രൊസീജിയറിലും എന്താ ഈ ഇങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. തിൻ ട്യൂബ് ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ കൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഡോക്ടറിന്. ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ്. അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബ്രോങ്കോസ്കോപ്പി പോലുള്ള പ്രൊസീജിയറിലും അങ്ങനെയുള്ള പ്രൊസീജിയറിലും എന്ത് ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ സംഭവിക്കാം. ക്ലിയർ ആയോ? ബ്രോങ്കോസ്കോപ്പി പോലുള്ള ചില നടപടിക്രമങ്ങളിലൂടെയും ഇങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. രണ്ട് രീതിയാണ് പറഞ്ഞത്. ഒന്ന് അയാള് ചുമയ്ക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഡ്രോപ്ലെറ്റ്സ് എയറിലൂടെ വന്നിട്ട് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? അത് പുഷ് ചെയ്യും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ പറഞ്ഞത് ഏതാ? ബ്രോങ്കോസ്കോപ്പി പോലുള്ള ആ ടെക്നിക്കൽ പ്രൊസീജിയർ അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെയാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എന്താണ് എയർബോൺ? എയർബോൺ എന്ന് വെച്ചാൽ എന്താ? എയറിൽ കൂടെ
ട്രാൻസ്മിഷൻ ചെയ്യാം. ഓക്കെ, ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനം. ഡിസെമിനേഷൻ വ്യാപനം. Dissemination can be either airborne droplet nuclei. നമ്മൾ പറഞ്ഞല്ലേ എയർബോൺ ട്രാൻസ്മിഷൻ പറഞ്ഞല്ലേ. അപ്പൊ ഇത് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ് ഈ രോഗം വ്യാപിക്കുന്നത് എങ്ങനെയാണ്? either airborne droplet nuclei. Okay, a small particle residue of the droplet that contain microorganisms which remain suspended into the air for a long period of time. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് അല്ലെ, മൈക്രോബ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തുള്ളികളില്ലേ, വായുവിൽ നിന്ന് വരുന്ന ആ തുള്ളികള്, അങ്ങനെയുള്ള ചെറിയ പാർട്ടിക്കിൾസിൽ മൈക്രോബ്സ് ഉണ്ടായിരിക്കും. അത് കുറച്ചു നേരം എയറിൽ ഇങ്ങനെ നിൽക്കും. ആ വായുതുള്ളികൾ, വായുവിലുള്ള ഇത് എയറിലേക്കല്ലേ വരുന്നത്, ആ തുള്ളികള് എയറിലേക്കല്ലേ വരുന്നത്. അപ്പൊ ഈ എയറിൽ ആ ഡ്രോപ്ലെറ്റ്സ് കുറച്ചു നേരം അങ്ങനെ നിൽക്കും. അതിൽ എന്തുണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അത് കുറച്ചു നേരം അത് എയറിൽ നിൽക്കുമ്പോൾ അവിടെ അടുത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വ്യാപിക്കും. അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിലോ ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ പൊടിപടലങ്ങള്, മൈക്രോബ്സ് ഉള്ള പൊടിപടലങ്ങളില്ലേ അല്ലെ. പൊടികളൊക്കെ നമ്മൾ ശ്വസിക്കുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ വരാറില്ലേ, ഇൻഫെക്ഷൻ ഒക്കെ വരാറില്ലേ. അങ്ങനെ സൂക്ഷ്മാണുക്കളുള്ള പൊടിപടലങ്ങളിലൂടെയും ഡസ്റ്റ് പാർട്ടിക്കിളിലൂടെയും, ആ ഡസ്റ്റ് പാർട്ടിക്കിളിൽ എന്തുണ്ട്? ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫെക്ഷൻ ഏജന്റ് അല്ലെ, ഇൻഫെക്ഷൻ ഉള്ള ആ ഒരു ഏജന്റ് ഉണ്ട്. അങ്ങനെയുള്ള പൊടിപടലങ്ങളിലൂടെയും എയർബോൺ ട്രാൻസ്മിഷൻ സംഭവിക്കാം. രണ്ട് രീതിയെ പറഞ്ഞത്. ഒന്നാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഡ്രോപ്ലെറ്റ്സിൽ കൂടെ. അതായത് നമ്മൾ ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ, സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വായുവിന്റെ ഡ്രോപ്സ് ഒക്കെ നിറയ്ക്കാറില്ലേ അല്ലെ. ആ ഡ്രോപ്ലെറ്റ്സിൽ എന്താ ഉണ്ടാവും? മൈക്രോബ്സ് ഉണ്ടാവും, സൂക്ഷ്മാണുക്കൾ ഉണ്ടാവും. അത് എയറിൽ കുറച്ചു നേരം ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കും. അപ്പൊ എയർ ആളുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ അത് അയാളിലേക്ക് അല്ലെ, അയാൾ സംസാരിക്കുമ്പോൾ ആ എയറിലുള്ള ആ ഡ്രോപ്ലെറ്റ്സ്, സൂക്ഷ്മാണുക്കളുള്ള ഡ്രോപ്ലെറ്റ്സ് അയാളിലേക്ക് പ്രവേശിക്കുകയും അയാൾക്ക് ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ട്. ഇനി അല്ലെങ്കിൽ പറഞ്ഞത് ഏതാണ്? ഇൻഫെക്ഷസ് ഏജന്റ് ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളിലൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ക്ലിയർ ആയോ? എയർബോൺ ട്രാൻസ്മിഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ? പറഞ്ഞ അത്രയും ഓക്കെ. ഇനി അടുത്തത് രണ്ട് രീതി, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ദിസ് അപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. നോക്കി ഏതിൽ കൂടെയൊക്കെയാണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെ, മലിനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തുറന്നു വെച്ചിട്ടുള്ള ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, മലിനമായിട്ടുള്ള ഫുഡ്, അല്ലെങ്കിൽ വാട്ടർ, വെള്ളത്തിൽ കൂടെ, അല്ലെങ്കിൽ മെഡിക്കേഷൻസ്, മരുന്നുകളിലൂടെ, ഡിവൈസ്, എന്തെങ്കിലും ഉപകരണങ്ങളിലൂടെ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിലൂടെ ഒക്കെ എന്താണ് സ്പ്രെഡ് ചെയ്യുന്ന, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഏത്? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നോക്കിയേ? മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ് അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായ ഫുഡിൽ കൂടെ, ആഹാരത്തിലൂടെ, വാട്ടറിൽ കൂടെ, മരുന്നുകളിലൂടെ, ഡിവൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഇതിൽ കൂടെയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നു. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ഏതിൽ വരുന്ന ഏതൊക്കെയാണ്? ഫുഡ്, വാട്ടർ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കേട്ടോ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻസ്, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഇതിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അതാണ് നമ്മളോട് തുറന്നു വെച്ചിട്ടുള്ള ആഹാരം ഒന്നും കഴിക്കരുത്, അതിനകത്ത് മൈക്രോബ്സ് ഒക്കെ ഉണ്ടാവും, സൂക്ഷ്മാണുക്കൾ ഉണ്ടാകും, അത് നമുക്ക് ഇൻഫെക്ഷൻ വരാൻ കാരണമാകും. പിന്നെ അതുപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം, തിളപ്പിക്കാത്ത വെള്ളം കുടിക്കരുത് അല്ലെ. വെള്ളമൊക്കെ മലിനമായിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ ഇഷ്ടം പോലെ എന്താ പറയാ ആളുകൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ കൂടെയൊക്കെ ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നു? അത് സ്പ്രെഡ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോക്സോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഈ രീതിയിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ് ആൻഡ് എക്വിപ്മെന്റ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ.
കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റത്തിൽ കൂടിയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അത് ഏതൊക്കെയാണ്? ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ്, എക്യുപ്മെന്റ്സ്, ഇതിൽ കൂടെയൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് ക്രീച്ചേഴ്സ് ആട്ടോ, ലിവിങ് ഓർഗാനിസംസ് ആണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. VECTORS. Vectors are living organisms that can transfer pathogenic microorganism to the animal or other locations. എന്താ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിവിങ് ഓർഗാനിസം ആണ്. അതായത് ഏതൊക്കെയാന്ന് നോക്കിയേ, നമുക്ക് വായിച്ചറിയാം. This occurs when such as mosquito നമുക്ക് രോഗം വരുത്തൂലേ? ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ ഒരു മോസ്കിറ്റോ വന്ന് കടിച്ചു, അയാളിൽ നിന്ന് അപ്പൊ ഇൻഫെക്ഷൻ മോസ്കിറ്റോ ഉണ്ടാവും. ആ മോസ്കിറ്റോ തന്നെ നമ്മളെ വന്ന് കടിക്കുമ്പോൾ അയാളിൽ നിന്നുള്ള ഇൻഫെക്ഷൻ നമ്മളിലേക്ക് വരൂലേ? ഇതൊക്കെയാണ് ലിവിങ് ക്രീച്ചേഴ്സ് ആണ് ഇവിടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഒന്ന് നോക്കാം. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് that can transfer pathogenic microorganism. ഈ മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന ലിവിങ് ഓർഗാനിസം ആണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ എങ്ങനെയാ? ഇപ്പൊ ഇങ്ങനെ മോസ്കിറ്റോ വഴി, ഫ്ലൈസ്, ഈച്ചകള് രോഗങ്ങൾ വരുത്താറില്ലേ? അല്ലേ? നമ്മൾ ഫുഡൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈച്ച വന്നിരിക്കും. ആ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരും അല്ലേ? പിന്നെ അതുപോലെ റാറ്റ്, എലികള്, അതല്ലേ എലി കടിച്ച സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയണേ അല്ലെ? എലികള് നമുക്ക് രോഗം വരുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ അതർ വെർമിറ്റ് ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്, മറ്റു കീടങ്ങള് അല്ലെങ്കിൽ പ്രാണികള്. അതാണ് വെർമിറ്റ് ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങള് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികള്, ഇതിൽ കൂടെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം, സ്പ്രെഡ് ചെയ്യാം കേട്ടോ. എനിക്കാണ് വെക്ടർ എന്ന് പറഞ്ഞ ഓർത്ത് വെക്കുക, ലിവിങ് ക്രീച്ചേഴ്സ് ആണ്, ലിവിങ് ഓർഗാനിസംസ് ആണ്. അതിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. എക്സാമ്പിൾ ഏതൊക്കെയാ? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. എക്സാമ്പിൾ ഏതൊക്കെയാ? മോസ്കിറ്റോ വഴി വരുന്നത് ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം. ചെറിയ ചെറിയ കീടങ്ങള്, പ്രാണികള്, ഇതൊക്കെ വഴി ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒക്കെ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? വെക്ടർ ബോൺ ട്രാൻസ്മിഷനും കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനും അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അതിൽ ഏതാ വന്നേന്ന് ചോദിക്കാം. അപ്പൊ അതിനകത്ത് നിന്നുള്ളത് വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ അതിന്റെ കാരണമായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഫ്ലൈസ് എന്ന് വരും. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ ഓർത്ത് വെക്കുക. വെക്ടേഴ്സ് എന്ന് പറഞ്ഞ എല്ലാം ഏതാണ്? ലിവിങ് ഓർഗാനിസംസ് ആണ് കേട്ടോ. മോസ്കിറ്റോ വഴി, ഫ്ലൈസ് വഴി, റാറ്റ് വഴി, അത് മറ്റുള്ള ചെറിയ കീടങ്ങള് അല്ലെങ്കിൽ പ്രാണികളൊക്കെ വഴി എന്ത് ചെയ്യുന്നു? ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. അപ്പൊ അത്രയും നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പല രീതികള്. കോണ്ടാക്ട് ഒന്നാമത്തേതാണ്. കോണ്ടാക്ട് കോമൺ ആയിട്ടുള്ള, മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ തന്നെയാണ്. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. രണ്ടാമത്തെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, ഡ്രോപ്ലെറ്റ്സിൽ കൂടെ വായു തുള്ളികളിലൂടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. എയർബോൺ, വായുവിലൂടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, അതായത് ഫുഡ്, വാട്ടർ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ഡിവൈസുകൾ അങ്ങനെയുള്ള ഇതിൽ കൂടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ്, അങ്ങനെയുള്ള ഇതിൽ കൂടെയും ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കി, അപ്പൊ ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ രോഗങ്ങൾ വരാം അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിവെന്റീവ് മെത്തേഡുകൾ എടുക്കാൻ പറ്റും? എന്തൊക്കെ? നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോ കുറെ പ്രിവെന്റീവ് മെത്തേഡ് നമ്മൾ ചെയ്തതാണ് അല്ലെ? എന്തൊക്കെ ചെയ്തു? കൊറോണ നമുക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രിവെന്റീവ് മെത്തേഡ് എന്തൊക്കെയാ നമുക്ക് പ്രിവെൻഷൻ ചെയ്തത്? ഒന്നോ രണ്ടെണ്ണം പറയാൻ പറ്റുമോ? എന്തൊക്കെയാ നമുക്ക് അങ്ങനെ ആ ഇൻഫെക്ഷൻ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി? ഓക്കെ, വെരി ഗുഡ്. നിശ്ചയമായിട്ട് മാസ്ക് നമ്മൾ ധരിച്ചു അല്ലെ? നമ്മളെല്ലാവരും മാസ്ക് ധരിച്ചു. അപ്പം ആ മൈക്രോബ്സ് നമുക്ക് അല്ലെങ്കിൽ കൊറോണ വൈറസ് നമ്മളിലേക്ക് വരാതിരിക്കാൻ മാസ്ക് ധരിച്ചു. പിന്നെ എന്തെങ്കിലും ചെയ്തോ?
സാനിറ്റൈസർ ഉപയോഗിച്ചു അല്ലെ. എല്ലാവരും വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും അല്ലെ സാനിറ്റൈസർ, ഫ്രണ്ടിൽ തന്നെ എടുത്തു വെച്ചേക്കും. ആര് വന്നാലും ഒക്കെ കൈയൊക്കെ നന്നായിട്ട് സാനിറ്റൈസർ ചെയ്യാൻ പറഞ്ഞു അല്ലെ. സാനിറ്റൈസർ ഉപയോഗിച്ചു. പിന്നെ അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ഹാൻഡ് വാഷ്, വെരി ഗുഡ്. ഹാൻഡ് വാഷ് നമ്മൾ എപ്പോഴും കൈ കഴുകിയില്ലേ, എപ്പോഴും നമ്മൾ അത് എന്താ പറയാ കൈ കഴുകി, അങ്ങനെ നമ്മൾ അതില് വരാതിരിക്കാൻ നമ്മള് പ്രിവെന്റീവ് മെത്തേഡ് ചെയ്തു. പിന്നെ ചില ആളുകൾക്ക് ഐസൊലേഷൻ കൊടുത്തില്ലേ, ഒറ്റപ്പെട്ട് അവര് നിർത്തിയില്ല, ഇൻഫെക്ഷൻ വന്ന ആളെ അല്ലേ. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. ശരിയാ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. നമ്മള് ഇങ്ങനെ നേരെ പോയി കെട്ടിപ്പിടിച്ച് വർത്താനൊക്കെ പറയാതെ, ഷൈക്കാൻഡൊക്കെ കൊടുക്കാതെ അല്ലെ, നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. അതും ശരിയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ അഥവാ ഈ കൊറോണയൊക്കെ വന്ന ആളുകളെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയില്ലേ, അവരെ മാത്രം മാറ്റി നിർത്തിയില്ല, ഒറ്റപ്പെട്ട് നിർത്തിയില്ല അവരെ അല്ലെ, നമ്മൾ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതെ. അപ്പൊ അങ്ങനെ കുറെ രീതികൾ നമ്മൾ അവിടെ ചെയ്തു. അത് ഇവിടെ നോക്കിയേ, ഇതൊക്കെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. ഏതാ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാതെയുള്ള പ്രിവെന്റീവ് മെത്തേഡുകളിൽ ഈ രീതികളെല്ലാം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് QA. QA എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് ആണ്. ഉറപ്പ്, അഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പ്, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. Then quality control measures to the healthcare sectors and the evidence-based management can be feasible approach. Feasible എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ അപ്രോച്ച് എന്ന് പറഞ്ഞ സമീപനം. feasible approach പ്രായോഗികമായ ഒരു സമീപനാണെന്ന്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു അവര്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് അല്ലെ. അപ്പൊ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ എന്നീ നടപടികൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം. ഇത്രയും ഓർത്ത് വെക്കാം. ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ എന്താണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. എവിടെ? ഹെൽത്ത് കെയർ സെക്ടേഴ്സില്. ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്. പിന്നെ എവിഡൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാനേജ്മെന്റും. ഈ 2 കാര്യങ്ങളുമാണ് അവിടെ നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിച്ച ഒരു പ്രായോഗിക സമീപനമാണ്. These are the following ways to prevent HAI. ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട്, അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിവെന്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ആണ് സാനിറ്റേഷൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം സാനിറ്റേഷൻ. സാനിറ്റൈസർ ഒക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് അല്ലെ സാനിറ്റേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ സാനിറ്റേഷൻ പ്രോട്ടോകോൾ കൺസേണിംഗ് യൂണിഫോംസ്, എക്യുപ്മെന്റ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്. ഹോസ്പിറ്റലിൽ എന്തുണ്ടായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? തീർച്ചയായിട്ടും ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോള് ഉണ്ടായിരിക്കണം. ഇന്ന രീതികളിൽ സാനിറ്റേഷൻ ചെയ്യണം എന്നുള്ള ഒരു പ്രോട്ടോകോള് ഹോസ്പിറ്റലില് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എന്തുമായി ബന്ധപ്പെട്ട സാനിറ്റേഷൻ പ്രോട്ടോകോള്? യൂണിഫോംസുമായിട്ട്, എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, സ്റ്റെറിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്, മറ്റുള്ള പ്രതിരോധ നടപടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലില് ഒരു കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ സാനിറ്റേഷൻ ചെയ്യാനായിട്ട് വെറുതെ ഇങ്ങനെ ചെയ്യല്ല. ആ സമയത്തൊക്കെ നമ്മൾ ടിവിയിലൊക്കെ കാണിക്കണ്ടായിരുന്നില്ലേ, സ്റ്റെപ്സുകൾ കണ്ടില്ലേ അല്ലെ? ഹാൻഡ് വാഷ് ആണെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കണ്ടില്ലേ അല്ലെ? അത് ആ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ നമുക്ക് വെറുതെ തോന്നിയ രീതിക്ക് ചെയ്യല്ല. അപ്പൊ ഹോസ്പിറ്റലുകളിൽ എന്തുണ്ട്? ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. എങ്ങനെ സാനിറ്റൈസ് ചെയ്യണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. Thorough hand washing and or use of alcoholic rubs by
all medical personnel before and after each patient contact is the one of the most effective way to fight nosocomial infection. Okay, അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ, അത് നമ്മൾക്ക് വരാതിരിക്കാൻ അല്ലെ, അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഏതാ? ഓക്കെ, എഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ള, ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ, ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം ആണ്, അല്ലെങ്കിൽ ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് തറോ ഹാൻഡ് വാഷിംഗ് അല്ലെ. ഹാൻഡ് എപ്പോഴും ക്ലീൻ ആയിരുന്ന ഇൻഫെക്ഷൻ വരില്ല അല്ലെ. നമ്മൾ എപ്പോഴും അമലുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു വസ്തുക്കളിൽ നമ്മൾ പെട്ടെന്ന് ചെന്ന് പിടിച്ചു, അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം നമുക്ക് അല്ലെ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ പിടിച്ചു. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് അല്ലെ. നമ്മള് നന്നായിട്ട് കൈ അപ്പൊ തന്നെ കഴുകി കഴിഞ്ഞാൽ അഥവാ നമ്മുടെ കൈകളിൽ ആ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അത് പൊക്കോളൂല്ലേ അല്ലെ, ഹാൻഡ് വാഷ് ചെയ്യുന്നതോടുകൂടി. അല്ലെങ്കിലോ ഓർ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്. ആൽക്കഹോളിക് റബ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാ. സാനിറ്റൈസർ ഒക്കെ ഇല്ലേ, ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉള്ളതല്ലേ, അത് കത്ത് പിടിക്കൂലേ സാനിറ്റൈസർ ഒക്കെ അല്ലെ, കത്ത് പിടിക്കൂലേ, കത്ത് പിടിക്കൂലേ? ആ അപ്പൊ അങ്ങനെ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉള്ളത്, അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മള് എല്ലാ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും ഇങ്ങനെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് പേഷ്യന്റ് കോണ്ടാക്ട്, ഒരു പേഷ്യന്റിന് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ആൽക്കഹോളിക് റബ്സ് അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കണം. ആ സമയത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർ അങ്ങനെ ചെയ്യാറില്ലേ അല്ലേ? നമ്മളെ നോക്കുന്നതിന് മുന്നേ ഇച്ചിരി സാനിറ്റൈസർ എടുത്ത് കയ്യിൽ പറ്റും, എന്നിട്ട് നമ്മളെയൊക്കെ നോക്കി കഴിഞ്ഞ് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും സാനിറ്റൈസർ ചെയ്യും അല്ലെ. എന്തിനാ? ഇപ്പൊ ആ പേഷ്യന്റിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ആ ഡോക്ടറുടെ കൈകളിലേക്ക് വരാതിരിക്കാം അല്ലെ. അല്ലെങ്കിൽ ഗ്ലൗസ് ഇടാം, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആൽക്കഹോളിക് റബ്സ്, സാനിറ്റൈസർ ഉപയോഗിക്കാം, എന്താണെങ്കിലും. അപ്പൊ അത് വേറൊരാളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോ പേഷ്യന്റിനെയും കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും ശേഷവും എല്ലാ മെഡിക്കൽ പേഴ്സണൽസും എന്ത് ചെയ്യണം? ഹാൻഡ് വാഷ് ചെയ്യോ അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യോ ചെയ്യണം. അതെന്ന് പറഞ്ഞ എന്താന്നാ പറഞ്ഞേ? നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട, ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഒരു മാർഗമാണിത്. ഓക്കെ, sanitizing surface is a part of controlling measure to reduce lessen nosocomial infection in healthcare environment. Note with the environment. അതവിടെ നിൽക്കട്ടെ കേട്ടോ, അത്രയും ഒരു കോമ ഉണ്ട് അവിടെ. നോക്കിയേ, അപ്പൊ എന്താ സാനിറ്റൈസിങ് സർഫസ്? പിന്നെ നിങ്ങൾ ചെയ്തിട്ടില്ലേ? സാനിറ്റൈസർ ഉപയോഗിച്ച് നിങ്ങളുടെ മേശ സാധനങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കാറില്ലേ അല്ലേ? ആ സാനിറ്റൈസ് ചെയ്ത ഒരു സർഫസ്, ഒരു ഉപരിതലം എന്ന് പറയുന്നതും എന്താണ്? ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കുറയ്ക്കാനുള്ള ഒരു മാർഗം തന്നെയാണ്. കയ്യില് സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സാനിറ്റൈസർ ചെയ്ത സർഫസും. നമ്മൾ ഇങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും ഇങ്ങനെ അസുഖമൊക്കെ ഉണ്ട് അങ്ങനെ ഇതാണെങ്കിൽ എന്താ പറയാ, അയാൾ ഉപയോഗിച്ച ആ സാധനങ്ങളൊക്കെ നമ്മൾ സാനിറ്റൈസർ ചെയ്ത് വെക്കും. അപ്പൊ ആ സാനിറ്റൈസ് ചെയ്ത സർഫസും എന്താ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. അവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്, റെഡ്യൂസ് ലെസൺ രണ്ട് പേര് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെ, കുറയ്ക്കുക എന്നുള്ള ഒരെണ്ണം മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം എടുത്തോ, ബാക്കിന്റെ വെട്ടിക്കളഞ്ഞു. ഒന്നില് റെഡ്യൂസ് എഴുതാം, അല്ലെങ്കിൽ ലെസൺ എഴുതാം. ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. രണ്ടിന്റെ മീനിങ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. റെഡ്യൂസ് ലെസൺ എന്ന് വേണ്ട. ഇതില് റെഡ്യൂസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ലെസൺ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് മതി. ഓക്കെ, അത് വെട്ടിക്കളഞ്ഞു കേട്ടോ. ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ? ടെക്സ്റ്റിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചേ കേട്ടോ. ഉണ്ടെങ്കിൽ അതൊന്ന് വെട്ടിക്കളഞ്ഞു ഉണ്ട്. അപ്പൊ അത് ഒരു വേർഡ് മതി, രണ്ട് മീനിങ് സെയിം തന്നെയാണ്. ഇപ്പൊ രണ്ട് കാര്യം പറഞ്ഞേട്ടാ നമ്മള്. ഇനി നോക്കിയേ, അതുപോലെ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഡെസ്പൈറ്റ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ. സാനിറ്റേഷൻ പ്രോട്ടോകോള് ഉണ്ടായിരുന്നിട്ടും അവിടെ ഡെസ്പൈറ്റ് എന്നും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എന്നുള്ളതിന് പകരം ഒറ്റ വേർഡ് എഴുതിക്കോ, ഡെസ്പൈറ്റ്, DSPITE.
despite sanitation protocol. എന്താ സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നെങ്കിലും എന്താ the patient cannot be completely isolated from communicable agents. ഇത്രയും സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് പൂർണ്ണമായിട്ടും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെ? ഇത്രയും ശ്രദ്ധിച്ചു നോക്കിയിട്ട് പോലും പൂർണ്ണമായിട്ടും നമുക്കത് എന്താ പറയാ കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്ന് നമുക്ക് മുക്തമാവാൻ പറ്റിയിട്ടില്ല. Moreover, the patients are often advised to make antibiotics and other antimicrobial drugs to help treat illness. This may enlarge the selection pressure of the emergence of the resistant strain. This sentence ഒന്ന് ശ്രദ്ധിച്ചോ ട്ടോ. എന്താ പറഞ്ഞേക്കുന്ന അവിടെ? Moreover, the patients are often advised to make antibiotics and antimicrobial drugs to help treat illness. നിങ്ങളോട് പറയാറില്ലേ നമുക്ക് രോഗമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്സ് കഴിക്കാൻ പറയാറില്ലേ? അല്ലെ? ആന്റിബയോട്ടിക്സ് നമുക്ക് തരാറുണ്ട്, അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് അല്ലെ, അതിനെതിരായിട്ടുള്ള മരുന്നുകള് നമുക്ക് തരാറുണ്ട് അല്ലെ. അത് നമുക്ക് എന്താ ഇൽനെസിന്റെ ഭാഗമായിട്ട് കഴിക്കുന്നതാണ് അല്ലെ, രോഗത്തിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കഴിക്കുന്നതാണ്. അങ്ങനെ പേഷ്യന്റിനോട് കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അത് എന്തിന് കാരണമാകും? ഇങ്ങനെ വരുമ്പോൾ അത് അവരുടെ റെസിസ്റ്റൻസ് പവർ വർദ്ധിപ്പിക്കാൻ കാരണമാക്കും. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ, അത് വായിക്കുമ്പോ കൺഫ്യൂഷൻ ആവരുത്. എന്താ പറയുന്നേക്കുന്ന അവിടെ? ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പേഷ്യന്റിനോട് ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ കഴിക്കണമെന്ന് അവരോട് ഉപദേശിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ, അതായത് ആ പേഷ്യൻസ് അങ്ങനെ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? അവരുടെ റെസിസ്റ്റൻസ് പവറിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും അല്ലെ. ഓൾറെഡി നമ്മൾക്ക് ആന്റിബയോട്ടിക്സ് ഉണ്ട്, അപ്പൊ അസുഖം പിന്നെ വരുമോ? അല്ലെ, അസുഖം വരാതിരിക്കാനല്ലേ ശരിക്കും അല്ലെ നമുക്കൊരു ഇതാവുമ്പോ ഇത്ര ദിവസത്തേക്ക് ആന്റിബയോട്ടിക്സ് കഴിക്കാൻ വരും. അപ്പൊ നമുക്ക് എന്താ പറയാ, അതിന് നമുക്ക് ശരീരത്തിന് ഒരു റെസിസ്റ്റൻസ് പവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അങ്ങനെ അപ്പോ നമുക്ക് ആ പേഷ്യന്റിന് കൂടുതൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പവർ വർദ്ധിക്കാൻ കാരണമാക്കും. ആ സെന്റൻസിന്റെ മീനിങ് കിട്ടിയോ? എൻലാർജ് എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ പേഷ്യന്റിന്റെ റെസിസ്റ്റൻസ് പവർ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ക്ലിയർ ആയോ ആ സെന്റൻസ്? ഓക്കെ ആണോ? നോക്കിയേ നിഷ, അഭിനവ്, അനഘ, ഓക്കെ അല്ലെ? അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്താ പറയാ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പേഷ്യന്റിനോട് ഇങ്ങനെ ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ഒക്കെ കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴുണ്ട് അവർക്ക് കൂടുതൽ റെസിസ്റ്റൻസ് പവർ വരും അല്ലെ, അല്ലെങ്കിൽ അത് അവരുടെ റെസിസ്റ്റൻസ് പവറിനെ വർദ്ധിപ്പിക്കാൻ കാരണമാക്കും. അതാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ട് കാര്യം പറഞ്ഞു. എന്താണ്? കൈ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നതും, പിന്നെ അല്ലെങ്കിൽ സാനിറ്റൈസർ ചെയ്യുന്നതും, പിന്നെ സാനിറ്റൈസിങ് സർഫസും, സാനിറ്റൈസ് ചെയ്ത ഒരു പ്രതലവും എന്താ ഈ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. ഇനി നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ, അതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇൻഫെക്ഷൻ അല്ലാതെ ഒരു കാരണം കൊണ്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്പിയാണോ ചോദിച്ചത്? നമ്പിയോ ആരാണ് ചോദിച്ചത്? ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ കേട്ടോ. ദിവ്യ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ്. ആ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ തന്നെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു കാര്യമാണ് ഏത്? സ്റ്റെറിലൈസേഷൻ. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ് അല്ലെ. സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ അല്ലേ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? CSSD നമ്മൾ പഠിച്ചില്ലേ?
അല്ലേ? അത് ഇപ്പൊ നമ്മൾ ഓട്ടോക്ലേവ് ഒക്കെ നമ്മൾ പഠിച്ചു 121°C അല്ലേ? നമ്മുടെ വെള്ളം തിളയ്ക്കുന്നത് 100 മതി. അതിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചറിലാണ് അവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അവിടെ മൈക്രോബ്സ് എന്തെങ്കിലും ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല അല്ലെ? ജസ്റ്റ് സാനിറ്റൈസ് ചെയ്താൽ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു സംശയമെങ്കിലും വരാം. പക്ഷെ ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഈ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതായത് എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല് സാനിറ്റൈസേഷനും അപ്പുറത്താണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. സാനിറ്റൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാനിറ്റേഷനും കുറച്ചും കൂടി അപ്പുറത്താണ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഏതാ ഏറ്റവും ബെറ്റർ? സാനിറ്റൈസ് ചെയ്യുന്നതാണോ അത് സ്റ്റെറിലൈസ് ചെയ്യുന്നതാണോ? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതാണോ ബെറ്റർ? ഏതാ കുറച്ചുകൂടി നല്ലത്? ഏതാണ്? സ്റ്റെറിലൈസേഷൻ തന്നെ. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ആണ് കുറച്ചുകൂടി ബെറ്റർ. അത് നോക്കിയേ, ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ് അല്ലെ? എല്ലാ മൈക്രോബ്സിനെയും, പിന്നെ നമുക്ക് ഒരു സംഭവം വേണ്ട അല്ലെ, പേടിയും വേണ്ട. എല്ലാ മൈക്രോബ്സിനെയും എന്ത് ചെയ്യുന്നു? എക്യുപ്മെന്റ്സിന്റെയോ അല്ലെങ്കിൽ സർഫസിലുള്ള എല്ലാ മൈക്രോബ്സിനെയും അത് ഡിസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. ത്രൂ ഏതൊക്കെയാണ്? പല സ്റ്റെറിലൈസേഷൻ രീതികളാട്ടോ പറഞ്ഞേക്കുന്നത്. ത്രൂ എക്സ്പോഷർ ടു കെമിക്കൽസ്, കെമിക്കൽ എക്സ്പോഷർ വഴി, അയണൈസിങ് റേഡിയേഷൻ വഴി, അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് ഓർ സ്റ്റീം അണ്ടർ പ്രഷർ, അല്ലെങ്കിൽ സ്റ്റീം വഴി. അത് പല സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയാ, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ് അല്ലെ? അത് എന്താ പറയാ, ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ്സ് ആൻഡ് സർഫസസ്. എക്യുപ്മെന്റ്സിലുള്ള എല്ലാ മൈക്രോബ്സിനെയും അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു. രണ്ടാമത്തെ രീതിയാണ് സ്റ്റെറിലൈസേഷൻ. മൂന്നാമത്തെ നോക്കിയേ, ഐസൊലേഷൻ. ഐസൊലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഐസൊലേഷൻ, ആരെങ്കിലും ഐസൊലേഷനിൽ ഇരുന്നിട്ടുണ്ടോ? ഐസൊലേഷൻ ഒറ്റപ്പെട്ട് നിർത്തുക, അതാണ് കേട്ടോ മീനിങ്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിർത്തുക. അപ്പൊ അങ്ങനെ ആളുകളെ ഒറ്റപ്പെട്ട് നിർത്തുവാണെങ്കിൽ വേറെ ആരുമായിട്ട് കോണ്ടാക്ട് വരില്ല. അപ്പൊ ഇൻഫെക്ഷൻ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നില്ല. ഓക്കെ, okay, isolation is the application of isolating precaution designed to transmit microbes by common rules in hospital. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് നമ്മൾ അതിനൊരു പ്രിക്കോഷൻ, ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് തടയുന്നതിന് അതിനൊരു മുൻകരുതൽ എന്നതിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ. Because the agent and the host factor are more difficult to control. കണ്ടോ, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഏജൻസ് അല്ലെങ്കിൽ ഹോസ്റ്റ് ഫാക്ടർ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ? ഇറപ്ഷൻ എന്ന് വെച്ചാൽ തടസ്സം. interruption, INTERRUPTION, interruption എന്ന് വെച്ചാൽ തടസ്സം. ഈ മൈക്രോബ്സിന്റെ അവിടെ ഒരു വേർഡ് മിസ് ആയിട്ടുണ്ട് കേട്ടോ, ഒന്ന് എഴുതി വെച്ചേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടോ എന്ന് അറിയില്ല. നോക്കിയേ, ഐസൊലേഷൻ ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഐസൊലേഷൻ പ്രിക്കോഷൻ ഡിസൈൻ ടു പ്രിവെന്റ്. പ്രിവെന്റ് എന്നുള്ള വേർഡ് അവിടെ ഇല്ല കേട്ടോ. പ്രിവെന്റ് തടയുന്നതാണ്, മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തടയുന്നത് ഉണ്ട് അല്ലേ? പ്രിവെന്റ് ട്രാൻസ്മിറ്റ് മൈക്രോബ്സ് ബൈ കോമൺ റൂട്ട്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയുന്നതിനുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിക്കോഷൻ ആണ്, അതിനു വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഐസൊലേഷൻ. ബിക്കോസ് എന്തുകൊണ്ടാ? അത് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഏജൻസും ഹോസ്റ്റ് ഫാക്ടറും നമുക്ക് ഈ കൺട്രോൾ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് ഏതിൽ കൂടിയാണ്? ബൈ ട്രാൻസ്മിഷൻ. കണ്ടോ, ട്രാൻസ്മിഷൻ വഴിയാണ് പ്രധാനമായിട്ടും ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നത് കേട്ടോ. Transmission and is directly maintained by transmission. Example, isolation of infectious cases in hospital. Hospital isolation ചെയ്യാറില്ലേ? അതായത് ഇൻഫെക്ഷൻ നമുക്ക് മറ്റുള്ള രീതികളിലൂടെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട് നിർത്തുക. ഐസൊലേഷൻ, അതിന് ഐസൊലേറ്റഡ് റൂം ഒക്കെ ഉണ്ട്.
ഐസൊലേറ്റഡ് റൂം ഉണ്ട്, അവര് വേറെ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ അവരെ മാറ്റി നിർത്തുന്നു. അതാണ് കേട്ടോ ഐസൊലേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഐസൊലേഷന്റെ എയിം എന്താ? എയിം എന്താ? കൺട്രോൾ ചെയ്യാൻ അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എയിം ട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത് തടയുക, അത് ഉദ്ദേശിച്ചിട്ടാണ് ഐസൊലേഷൻ കൊണ്ടുവന്നേക്കുന്നത്. ഇനി അടുത്തത് നാലാമത്തെയാണ് ഹാൻഡ് വാഷിംഗ്. നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലെ ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വൻലി എന്ന് പറഞ്ഞാൽ എന്താ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. Okay, hand washing frequently is called the single most prime measure to lessen the risk of transmitting skin microbes from one person to another, from one site to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ഒക്കെ സ്കിൻ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അപകടം അതിനെ കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഹാൻഡ് വാഷിംഗ്. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക എന്നുള്ളത്. വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് തറോ മാനർ. എങ്ങനെ കൈ കഴുകണം? എങ്ങനെയാ കൈ കഴുകണേ? പ്രോപ്പർ ആൻഡ് തറോ മാനർ. പ്രോപ്പർ ആയിട്ട്, വെറുതെ ഏത് ചാപ്റ്റർ ആണ്? ചാപ്റ്ററിന്റെ എത്രാമത്തെ ചാപ്റ്ററിന്റെ പറഞ്ഞ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആട്ടോ നമ്മൾ എടുക്കുന്നത്. എത്രയും മക്കളെ ഒന്ന് മെസ്സേജ് ചെയ്ത് കൊടുത്തേ, ചാപ്റ്ററിന്റെ നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, 9 ആണ് കേട്ടോ. 9. ഓക്കെ, ആ പഴയ ഒരു ഇതിനകത്താണ് ചാപ്റ്റർ 9. നോക്കിയപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കഴുകുക എന്നുള്ളത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷനെ കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണത്. ഓക്കെ, വാഷിംഗ് ഹാൻഡ്സ് ഇൻ എ പ്രോപ്പർ ആൻഡ് തറോ മാനർ. എങ്ങനെ വേണം ഹാൻഡ് വാഷ് ചെയ്യാൻ? പ്രോപ്പർ ആയിട്ട്. വെറുതെ ടാപ്പ് തുറന്ന് കൈ ഇങ്ങനെ നമ്മൾ കഴുകണമല്ലോ കേട്ടോ. വെറുതെ ടാപ്പ് തുറന്ന പിള്ളേരൊക്കെ കഴുകില്ലേ? കൈ കഴുകാൻ പറയുമ്പോ എന്താ ടാപ്പ് തുറക്കും, കൈ ഒന്ന് കാണിച്ചിട്ട് അപ്പൊ തന്നെ പോകും. അങ്ങനെ കൈ കഴുകിയാൽ ശരിയാവില്ല. നമുക്ക് പഠിക്കാൻ കേട്ടോ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ഒരു പ്രാക്ടിക്കൽ പോലെ. അത് ഞാൻ ക്ലാസ്സിൽ എല്ലാവരെയും നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കി ഞാൻ ചെയ്യിപ്പിക്കാം കേട്ടോ. ഹാൻഡ് വാഷിങ്ങിന്റെ സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം കേട്ടോ. നമുക്കത് ലാസ്റ്റ് സെക്ഷനിലുള്ളതാണ്, എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉള്ള ഒരു ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ കഴുകണം എന്നാ പറഞ്ഞേക്കുന്നേ? പ്രോപ്പർ ആയിട്ട് തന്നെ, തറോ മാനർ ആസ് പോസിബിൾ ബിറ്റ്വീൻ പേഷ്യന്റ് കോണ്ടാക്ട് ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ഏതുമായിട്ട്? ബ്ലഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്, സെക്രീഷൻസ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആർട്ടിക്കിൾ കണ്ടാമിനേറ്റഡ് ബൈ ദം is the prime factor of infection control and isolation precautions. അപ്പൊ എങ്ങനെയാ നമ്മൾ എന്തെങ്കിലും ബ്ലഡുമായിട്ടൊക്കെ അല്ലെ, എന്തെങ്കിലും ബ്ലഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ആയിട്ട് സെക്രീഷൻസ് തുപ്പലോ ഇനി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളേ, അങ്ങനെ അതൊക്കെ ആയിട്ടൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ക്രീഷൻസ്, ഇപ്പൊ നമ്മള് എക്സ്ക്രീഷൻസ് അല്ലെ, യൂറിനോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വേസ്റ്റ് ഇതൊക്കെ എടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ പറയാ, നമ്മുടെ ഡയറക്റ്റ് കോണ്ടാക്ട് വരും അല്ലെ നമ്മുടെ കയ്യിൽ. അങ്ങനെയുള്ള അതൊക്കെ അതുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈ കഴുകണം. അത് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ക്ലിയർ ആവുന്നില്ലേ പറയുന്നത് നിങ്ങൾക്ക്? എങ്ങനെ വേണമെന്നാ പറഞ്ഞിരിക്കണേ? പ്രോപ്പർ ആൻഡ് തറോ മാനർ. നന്നായിട്ട് തന്നെ നന്നായിട്ട് കൈ കഴുകണം. നല്ല സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കൈ കഴുകണം. ഇതുമായിട്ട് ഇങ്ങനെയുള്ള ഇതുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ പറയാ, നന്നായിട്ട് കൈ കഴുകണം. പിന്നെ അടുത്തതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. എക്സ്പാൻഡഡ് ഫോം എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എക്സ്പാൻഡ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. ഇതിനകത്ത് ഇപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാത്തത് ഇതൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പ്രിന്റിംഗ് മെത്തേഡുകൾ വരുന്നത് ഏത് അങ്ങനെയൊക്കെയാണ് ചോദിച്ചു കണ്ടേക്കണേ കേട്ടോ. പിന്നെ ആ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. ഇതിനുള്ളിൽ നിന്നൊന്നും അങ്ങനെ അധികം ചോദിക്കാറില്ല, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. അത് നോക്കിയേ, PPE അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ആണ്. ചിലരൊക്കെ ധരിച്ചിട്ടുണ്ടാവും, PPE കിറ്റ് ധരിച്ചിട്ടുണ്ടാവും.
കൊറോണ വന്നപ്പോ ധരിച്ചിട്ടുണ്ടായിരുന്നോ? PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ് അതൊക്കെ നമ്മൾ ധരിച്ച, ഷീൽഡ് അല്ലെ, ഷീൽഡ് ഒക്കെ നമ്മൾ ധരിച്ചായിരുന്നു. PPE കിറ്റ് നമ്മൾ ഇതിന് എന്താ പറയാ, അപ്പൊ അതിനകത്ത് ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് ചിലപ്പോ ധരിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. PPE എന്ന് പറഞ്ഞ എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എക്സ്പാൻഡഡ് ഫോം ചോദിക്കും, അത് നോട്ട് ചെയ്ത് വെച്ചാൽ. ഓക്കെ, PPE കൺസിസ്റ്റ് ഓഫ് ദ ഐറ്റംസ്. ഇനി PPEയിൽ ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണ്? ഇവിടെ കുറച്ച് തന്നിട്ടുള്ളൂ, അതൊന്ന് നോട്ട് ചെയ്തിട്ടു കേട്ടോ, അതും ചോദിക്കാറുണ്ട്. PPE കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് സച്ച് ആസ്, ഏതൊക്കെയാ? ഗ്ലൗസ് വരും. ഏതൊക്കെയാണ്? ഗ്ലൗസുകള്, ഗൗൺ, ഗൗൺ എന്ന് പറഞ്ഞാൽ ആ ഡ്രസ് ഇല്ലേ, ഉടുപ്പ്, ഗൗൺ വരും, മാസ്ക് വരും, പിന്നെ ഐവെയർ, ഐവെയർ എന്ന് വെച്ചാൽ കണ്ണട, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കണ്ണടകള്, അത് PPE കിറ്റിൽ തന്നെയാട്ടോ, ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം, കിറ്റിന് എല്ലാ സംഭവം ഉണ്ടാവുന്നതൊക്കെ. ഐവെയർ യൂസ്ഡ് ടു മേക്ക് ബ്ലോക്കേഡ്നെസ്, ബ്ലോക്കേഡ്നെസ് എന്ന് പറഞ്ഞ തടസ്സമാണ്, ബ്ലോക്കേഡ്നെസ്, ബ്ലോക്കേഡ്നെസ് തടസ്സം, തടസ്സങ്ങൾ ഉണ്ടാവും. ദാറ്റ് പ്രൊട്ടക്ട് ദ സ്കിൻ, അല്ലെ, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ ഡ്രസ് അവിടെ ഗൗൺ ധരിച്ചു. ആ ഗൗൺ ധരിച്ചു കഴിഞ്ഞാല് എന്താ, നമുക്ക് എന്താ ഡയറക്റ്റ് ഇതായിട്ടൊന്നും കോണ്ടാക്ട് വരില്ല, അല്ലെ, അത് നമുക്ക് ഒരു 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 തടസ്സമാണ്. അത് നമുക്ക് നേരെ മൈക്രോബ്സ് നമ്മുടെ സൂക്ഷ്മജീവികൾ കയറാതിരിക്കാൻ, അല്ലെ. പ്രൊട്ടക്ട് ദ സ്കിൻ, ക്ലോത്തിങ്, മ്യൂക്കസ് മെമ്പറൈൻ, മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയാ ശ്ലേഷ്മപാളി, പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, എപ്പിത്തീലിയൽ ലെയർ. മ്യൂക്കസ് മെമ്പറൈൻ ആൻഡ് ദ റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ ശ്വസന നാളം, അതിനെയൊക്കെ ഇതിൽ നിന്ന് ഫ്രം ഇൻഫെക്ഷസ് ഏജന്റ്, ഇൻഫെക്ഷസ് ഏജന്റിൽ നിന്ന് നമുക്ക് തടയാനുള്ള ഒരു മാർഗം തന്നെയാണ് ഈ PPE ധരിക്കുക എന്നുള്ളത്, അല്ലെ. നമ്മൾ മാസ്ക് ധരിച്ചാൽ പിന്നെ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറോ, ശ്വസനാളത്തിലേക്ക് കയറോ, അല്ലെ, അല്ലെങ്കിൽ മ്യൂക്കസിലേക്ക്, ക്ലോത്തിങ്, നമ്മുടെ ഡ്രസ്സിലേക്ക്, നമ്മുടെ സ്കിന്നിലേക്ക് ഒന്നും ആവില്ല, അല്ലെ. അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു രീതിയാണ് PPE ധരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആ PPEയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഗ്ലൗസ് വരും, ഗൗൺസ്, മാസ്ക്, ഐവെയർ ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്, PPEയിൽ വരുന്നതാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ എന്തിനാ? ഒരു തടസ്സം ഉണ്ടാക്കുന്നു, അല്ലെ, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ക്ലോത്തിങ്, മ്യൂക്കസ് മെമ്പറൈൻ, റെസ്പിറേറ്ററി ട്രാക്ട്, ഇതിനെയൊക്കെ ശ്വസനാളം, ഇതിനെയൊക്കെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഏജന്റ്സിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇനി അടുത്തതാണ്, അതിന്റെ ഒരെണ്ണം കുഞ്ഞതാക്കി തന്നേണ്ട ഗ്ലൗസുകള്. ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ, എല്ലാവരും തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസും എന്താ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലെ. ഗ്ലൗസ് പ്ലേ എ പിവോറ്റൽ റോൾ ഇൻ ദ പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ്. അവിടെ ടെക്സ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ വേണമെന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന നോട്ടിലില്ല കേട്ടോ. റെഡ്യൂസിങ്, കുറയ്ക്കുക, ദ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ഏത്? ഈ ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസും. ഗ്ലൗസും കുറയ്ക്കൂലേ? ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തിലും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വരൂല, അല്ലെ. അത് കഴിഞ്ഞാൽ ഗ്ലൗസ് അങ്ങ് ഊരിക്കളഞ്ഞാൽ പോരെ, അല്ലേ. അപ്പൊ ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിന്, അല്ലെ, പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ്. എഴുതി വെച്ചോ, അവിടെ ടെക്സ്റ്റിലുണ്ടോ? ഇല്ലാത്തവര് അതൊന്ന് എഴുതി വെക്കാം കേട്ടോ. പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഗ്ലൗസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഏതിനു പുറമെ? ഹാൻഡ് വാഷിങ്ങിന് പുറമെ. ഹാൻഡ് വാഷിങ്ങും ഗ്ലൗസും രണ്ടും എന്താ പറയാ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മൾ പ്രിവെന്റീവ് മെത്തേഡിൽ പറഞ്ഞേക്കുന്ന, പ്രിവെൻഷനിൽ വന്നേക്കുന്നത് സാനിറ്റേഷനിൽ അറിയാവുന്നതാണ് കേട്ടോ. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, ഇനി അടുത്തതാണ്, അതിനകത്ത് ഗ്ലൗസ് കുഞ്ഞതായിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനിയാണ് ഇത് കൂടാതെ കുറച്ച് അഡീഷണൽ പ്രിക്കോഷൻസ് നമ്മൾ ചെയ്യേണ്ടത്.
ആറാമത്തെയാണ് അഡീഷണൽ പ്രിക്കോഷൻസ്. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാ വീണ്ടും വരുന്നത് കേട്ടോ. എയർ ബോൺ പ്രിക്കോഷൻസ്, എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയുന്നതിനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കാൻ പറ്റും. അടുത്ത നോക്കിയേ, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഈ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ പകരുന്നത് തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിയേ, കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷൻ. അപ്പൊ ഇങ്ങനെ കോണ്ടാക്റ്റിലൂടെ ഇൻഫെക്ഷൻ വരുന്നത്, അത് സ്പ്രെഡ് ചെയ്യുന്നത് തടയാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിയേ, എയർബോൺ പ്രിക്കോഷൻസ്. അഡീഷണൽ പ്രിക്കോഷൻസിൽ എയർബോൺ പ്രിക്കോഷൻസ്, വായു കൂടെ ഇൻഫെക്ഷൻ വരുന്നത് അല്ലെ പകരുന്നത് തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷൻ കൊടുക്കാൻ പാടില്ലേ? ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം, അപ്പൊ വേറെ ആർക്കും ഇൻഫെക്ഷൻ വരൂല അല്ലെ. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷൻ, ഒരു സഫീഷ്യന്റ് ആയിട്ട് നല്ലൊരു വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. This consists of a positive, negative pressure. Door is closed അല്ലെ. ഡോർ അടച്ചിടുമ്പോഴോ, ഒരു നെഗറ്റീവ് ഇതല്ലേ വരണേ, ഒരു നെഗറ്റീവ് പ്രഷർ ആണ് അല്ലെ. നല്ല വായു വേണ്ടേ, നല്ല എയർ വെന്റിലേഷൻ വേണ്ടേ നമുക്ക് നമ്മുടെ ഹെൽത്തിനൊക്കെ. റൂം അടച്ചിട്ട് കഴിഞ്ഞാൽ പറ്റൂല അല്ലെ. ഐസൊലേഷൻ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് നിർത്തുകയാണ്, ഒരു റൂമിൽ ഒരാളെ ഒറ്റപ്പെട്ട് നിർത്തുകയാണ്. അപ്പൊ അവരുടെ ആ ഡോറൊക്കെ അടച്ചിടുമ്പോൾ ഒരു നെഗറ്റീവ് പ്രഷർ വരും. അപ്പൊ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ റൂം കൊടുക്കണം, ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള നല്ലൊരു വെന്റിലേഷൻ ഉൾപ്പെടെയുള്ള നല്ലൊരു റൂം പ്രൊവൈഡ് ചെയ്യണം. രണ്ടാമത്തെ നോക്കിയേ, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം അല്ലെ. അപ്പൊ എന്താ, ആ സ്റ്റാഫ് ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നല്ല മാസ്കുകൾ, ഹൈ എഫിഷ്യൻസി മാസ്ക്, N95 മാസ്ക് ഒക്കെ ഇല്ലേ, അതുപോലെയുള്ള നല്ല മാസ്കുകൾ ധരിക്കണം ബിഫോർ എൻട്രിങ് ദ റൂം അല്ലെ. റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നല്ല മാസ്കുകൾ ധരിക്കണം. അപ്പൊ ആ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ആ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരൂലല്ലോ അല്ലെ. മാസ്ക് ധരിച്ചിട്ട് കയറി കഴിഞ്ഞാ വരുമോ? ഇല്ലല്ലോ. ഇല്ല. ഹൈ എഫിഷ്യൻസിയിലുള്ള N95 മാസ്ക് ഒക്കെ എല്ലാവരും ഉപയോഗിച്ചിട്ടില്ലേ? ഇല്ലേ? ഇല്ല, ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഉണ്ട്. ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കണം. ആര്? സ്റ്റാഫ്. എപ്പോൾ? ബിഫോർ എൻട്രിങ് ദ റൂം, ആ റൂമിലേക്ക് പ്രവേശിക്കുന്ന മുന്നേ സ്റ്റാഫുകൾ നല്ല എഫിഷ്യൻസിയിലുള്ള നല്ല മാസ്കുകൾ ധരിക്കണം. അടുത്ത് നോക്കിയേ, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യന്റിനെ എങ്ങനെ, അവർക്കുടെ ആ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റൂമില് അവരെ നിർത്തണം. ഒരു പരിമിതമായിട്ടുള്ള റൂമില് അവരെ നിർത്തണം. എന്ന് വെച്ചാൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ചാടി നടക്കാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ വേറെ റൂമിലേക്ക് പോകാനോ വേറെ ആരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും സമ്മതിക്കരുത്. അതായത് പേഷ്യന്റിനെ എവിടെ സൂക്ഷിക്കണം, അത് എവിടെ നിർത്തണം? പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. ആ ഒരു പരിമിതമായിട്ടുള്ള മുറിയില് പേഷ്യന്റിനെ അവിടെ നിർത്തണം. ഇതൊക്കെ ഏരിയ കൂടെ എയർബോൺ, എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാനുള്ള മാർഗമാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി? എയർബോൺ പ്രിക്കോഷൻസ് നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത്. ഇൻഡിവിജ്വൽ റൂം കൊടുക്കണം വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷനോട് കൂടി. പിന്നെ നല്ല ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കണം. ആ സ്റ്റാഫുകൾ ആ പേഷ്യന്റിനെ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. പിന്നെ പേഷ്യന്റിനെ ആ പരിമിതമായിട്ടുള്ള മുറിയിൽ തന്നെ നിർത്തണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഭാഗ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.